പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഈ തീർത്ഥാടന കേന്ദ്രം നവനാൾ ആചരിക്കുമ്പോൾ അതിൻ്റെ 4ാമത്തെ ദിവസമാണ്. ഇന്ന് കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. മറിയം കുടുംബത്തിലെ സ്നേഹത്തെ വളർത്തുന്നവളാണ്. കുടുംബത്തിലെ സമർപ്പണം അത് ശക്തിപ്പെടുത്തുന്നതും മറിയമാണ്. ഐക്യവും സമർപ്പണവും. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ മാതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരും ഈ നവനാൾ ആചരണത്തിലൂടെ കടന്നു പോകുമ്പോൾ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യം വഴി അതിൽ നിന്നൊക്കെ വിടുതൽ ലഭിക്കുവാനും സ്വസ്ഥതയും സമാധാനവും കുടുംബത്തിലുണ്ടാകാനും പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാറ്റിലുപരി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവസ്നേഹം അത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിജീവിതത്തിലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിക്കാൻ മറക്കണ്ട. അവസാനം വന്ന് ഓടി വന്ന് ചോദിക്കുന്നവർക്ക് ചിലപ്പോൾ നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന് തിരിച്ച് ചോദിച്ചാലോ. അതുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, എനിക്കൊരു കുഞ്ഞിനെ തരണേ, എനിക്ക് കടബാധ്യത മാറ്റിത്തരണമേ, വിവാഹം നടത്തിത്തരണമേ, ജോലി നൽകണമേ. ഇങ്ങനെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഒരനുഗ്രഹം മാതാവിൻ്റെ ഒരു ബർത്ത്ഡേ സമ്മാനമായി ഇങ്ങോട്ട് ചോദിച്ച് പ്രാർത്ഥിക്കും. മാതാവിനോട് നല്ല ചങ്കായിട്ട് നിന്നാൽ, ഈശോയോടും മാതാവിനോടും നല്ല ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അവരത് പരിഗണിക്കും. നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഈ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ, ഈ നവനാൾ ആചരണത്തിൽ, ഈ തീർത്ഥാടനം വഴി ഒക്കെ നമുക്കത് അനുഭവവേദ്യമാകട്ടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ
കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണത്തിൽ സന്തോഷിക്കുന്ന അങ്ങ് വിശ്വാസികൾ ഈ അമ്മയുടെ വാത്സല്യപൂർവകമായ മാധ്യസ്ഥ്യത്താൽ ഭൂമിയിലെ സകല തിന്മകളിൽ നിന്ന് മോചിതരാകാനും സ്വർഗത്തിൽ നിത്യാനന്ദത്തിലേക്ക് എത്തിച്ചേരുന്നതിന് അർഹരാകാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. റോമാക്കാർക്ക് ലേഖനത്തിൽ നിന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശ ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്. അവിടുത്തെ പരിഗണന ലഭിക്കാൻ മാത്രം മനുഷ്യപുത്രന് എത്ര അർഹതയാണ് ഉള്ളത്. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിന് കീഴിലാക്കി. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കുന്നതിനും, അങ്ങനെ അവിടെ നിന്ന് എന്നെ അയച്ചു വന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങേ എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങനെക്ക് മഹത്വം നൽകി. അങ്ങനെക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടെ നിന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷവാചനം നമ്മുടെ പാപം നീക്കം ചെയ്യട്ടെ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി. വായനകൾ ചിലപ്പോൾ കൃത്യമായിട്ടുണ്ടാകില്ല. പെട്ടെന്ന് വന്ന് വായിക്കുമ്പോൾ മൈക്ക് എങ്ങനെയാണ് നേരെ വെച്ച് വായിക്കണം. ഇപ്പോൾ പുസ്തകം കാണാൻ വേണ്ടി ഇങ്ങനെ സൈഡിലൊക്കെ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ സുവിശേഷം എനിക്കും മനസ്സിലായില്ല, ഒന്നാം വായന എനിക്കും മനസ്സിലായില്ല, ഞാനിവിടെ നിന്നിട്ട് പോലും എനിക്കും മനസ്സിലായില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സുവിശേഷം ഒന്നും മനസ്സിലായിട്ടുണ്ടാകില്ല. അത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോയുടെ പ്രാർത്ഥനയാണ്, ഈശോയുടെ പ്രാർത്ഥന. അതിൽ കാതലായ ഒരു വചനം ഇപ്രകാരമാണ്. 26-ാമത്തെ വാക്യം, യോഹന്നാൻ 17:26. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു, അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും. ഇപ്പം സ്നേഹമുണ്ടാകാൻ വേണ്ടി ദൈവം ഈശോയ്ക്ക് കൊടുത്ത സ്നേഹം അത് നമ്മിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈശോയുടെ പ്രാർത്ഥന മുഴുവൻ. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം, മാതാവ് കുടുംബത്തെ സ്നേഹത്തിൽ വളർത്തുന്നു, ഐക്യത്തിലും സമർപ്പണത്തിലും ഊട്ടി ഉറപ്പിക്കുന്നു. മറിയത്തിൻ്റെ സാന്നിധ്യം, മറിയത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സവിശേഷത ഈ സ്നേഹമാണ്, ദൈവസ്നേഹം. അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഒന്നാം വായന റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. റോമ 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല,
നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവാണ് നമുക്ക് സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഗലാത്യർ 5:22-23 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, അത് ബൈബിളിൽ 9 ഫലങ്ങൾ അതൊറ്റ അടിക്കാതെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ 12 ഫലങ്ങൾ ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെ പഠിച്ചവർക്കറിയാം. 12 ഫലങ്ങൾ ഉണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങൾ. അപ്പം അതിന് ഒന്നാമത്തെ ഫലമാണ് സ്നേഹം. സ്നേഹം. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുകളിൽ അത് കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനമാണെങ്കിൽ അതിൽ സ്നേഹം എന്നൊരു വാക്ക് ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ പാടി പതിഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അങ്ങനെ ഏത് പാട്ടെടുത്ത് നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഏത് പാട്ടെടുത്ത് നോക്കിയാൽ പാവനാത്മാവേ നീ വരൂ, ദിവ്യസ്നേഹമേ നീ വരൂ, പാവനാത്മാവേ നീ വരൂ. നമുക്ക് ദൈവസ്നേഹം എന്ന വാക്കുണ്ടെങ്കിൽ അത് കറക്റ്റ് പരിശുദ്ധാത്മാവിൻ്റെ ഗാനമാണ്, നല്ല അഭിഷേകത്തിൽ എഴുതപ്പെട്ട ഗാനമാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മറിയത്തിൽ ഈ സ്നേഹം നമുക്ക് പലയിടത്ത് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെടും. അതാണ് എലിസബത്തിൻ്റെ അടുക്കലേക്ക് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടത്. മറിയം ഗർഭവതിയാണല്ലോ. എന്നിട്ട് എങ്ങനെ ആദ്യത്തെ ആ നാളുകളിൽ തന്നെ മറിയം ഇത്തരം റിസ്ക് എടുത്ത് യാത്ര ചെയ്തത്, അത് സ്നേഹം അവിടെ ഇരിപ്പുറപ്പിക്കുന്നില്ല, സ്നേഹം അവളെ അടങ്ങിയിരിക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് എലിസബത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നത്. എലിസബത്തിൻ്റെ അടുക്കൽ ചെന്ന് അഭിവാദനം പറയുന്നു. ആ സ്നേഹം, ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് അത് എലിസബത്തിലേക്ക് നിറയുന്നു. മറിയത്തിൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് എലിസബത്തിൻ്റെ അടുക്കലേക്ക് നിറയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അത് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹം നിങ്ങളിലേക്ക് ഒഴുകപ്പെടണം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ എപ്പോഴാണ് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇത് ജീവജലത്തിൻ്റെ, പരിശുദ്ധാത്മാവ് ജീവജലം ഒരു പ്രതീകമാണല്ലോ. അത് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിലാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അതായത് മറിയം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ ഉടനെ തന്നെ മറിയം എലിസബത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. അപ്പം മറിയത്തിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ്, ആ ജീവജലം, അത് മറ്റൊരാളിലേക്ക് ഒഴുകി. നമ്മിൽ നിറവുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ദൈവസ്നേഹം ഒഴുകുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമുക്ക് പരിശുദ്ധാത്മാവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ വളരെ പ്രത്യേകമായി പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത് നിറവുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഗലാത്യർ 5:22-23 സ്നേഹവും ക്ഷമയും ആനന്ദവും ദയയും നന്മയും വിശ്വസ്തതയും സമാധാനവും പുലരാൻ സൗമ്യതയും ആത്മനിയന്ത്രണവും നിറയാൻ സാദരം കനിയണമേ. ഇത് 9 ഫലങ്ങളെക്കുറിച്ചാണ് ഈ പാട്ടിൻ്റെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ
പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ ഭയങ്കര ദേഷ്യമാണ്, അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കുറവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനം, അത് 1-ാമത്തെ ലേഖനം 13-ാം അധ്യായം അതിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു വചനഭാഗമാണ്. പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനം. അതിൽ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. ഇത് നമുക്ക് അത്ര പെട്ടെന്ന് ഇത് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമല്ല. ഇപ്പോൾ നമ്മൾ ധൂർത്തപുത്രൻ്റെ കഥ എന്നെടുത്തു കഴിഞ്ഞാൽ, ധൂർത്തപുത്രൻ ഇളയ മകൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴും പിതാവിന് നല്ല സ്നേഹമാണ്. പിതാവെല്ലാം മറന്നു, പിതാവ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അതായത് പിതാവിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അപ്പനൊന്നും ചോദിക്കുന്നില്ല, നീ എവിടെയായിരുന്നടാ, ഇത്ര നാൾ നീ എവിടെയായിരുന്നു? അപ്പനതെല്ലാം മറക്കാനും പൊറുക്കാനും സാധിച്ചു. അതാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മുടെ സമീപനം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധാത്മാവുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി മൂത്ത മകന് സഹിക്കാനേ പറ്റുന്നില്ല. അവൻ കോപിച്ച് അവൻ വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു. ഇപ്പം സ്നേഹം കോപിക്കുന്നില്ല എന്ന് വചനം പറയുകയാണ്. ഇനി എനിക്ക് തോന്നുന്നില്ല ഇവൻ സ്വത്തെല്ലാം വാങ്ങിച്ച് ധൂർത്തടിച്ച് അവനതെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ആദ്യ ഭാഗത്തിൽ അവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുന്നില്ല. പക്ഷെ ഈ മൂത്ത മകനെ അവൻ വേശ്യകളോട് കൂട്ടുചേർന്ന് സ്വത്തെല്ലാം ധൂർത്തടി കാര്യം പോയി കണ്ടോ? അവൻ എവിടെയൊക്കെ പോയിന്ന് കണ്ടോ? കൂടെ പോയിട്ടില്ല. അവൻ സ്വത്തും വാങ്ങിച്ച് ദൂരെ പോയപ്പോൾ അവൻ കൂടെ പോയിട്ടില്ല. പക്ഷെ കൂടെ പോയ പോലെ എല്ലാം കണ്ടതുപോലെ പറഞ്ഞു. അതായത് നമ്മളിങ്ങനെ ദേഷ്യം വരുമ്പോൾ ഇല്ലാത്തതൊക്കെ പറയും, ഒന്നുകൂടി പൊലിപ്പിച്ച് പറയും. അവിടെ സ്നേഹമില്ല. നമ്മുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. നമുക്ക് ചിലതൊന്നും ഇങ്ങനെ താങ്ങാൻ പറ്റില്ല. നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനും മറുപടി പറയുന്ന രീതി ഉണ്ടെങ്കിൽ നമുക്ക് ദൈവസ്നേഹം നിറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് നമ്മിൽ അത്ര നിറവ് നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനും മറുപടി പറയുന്ന രീതി കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഒരു മദ്യപാനീയ ദൈവം നമ്മുടെ മുന്നിൽ നിർത്തുന്നുണ്ടാകാം. ഇപ്പൊ ധൂർത്തപുത്രന്റെ കഥയിൽ മൂത്ത മകനെ ഇളയ മകന്റെ മുമ്പിൽ നിർത്തുന്നത്, അല്ലെങ്കിൽ അപ്പനെ ഇളയ മകന്റെ മുമ്പിൽ നിർത്തുന്നത്, അപ്പന്റെ സ്നേഹം അവൻ എല്ലാം ചെന്ന് സോറി പറയുന്ന വിധത്തിലായി. അപ്പൻ്റെ സ്നേഹം കണ്ട് ദൂരെ വെച്ച് തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അപ്പോൾ അവൻ്റെ മനസ്സിങ്ങനെ അലിഞ്ഞു. അതാണ് അപ്പനെ ധൂർത്തപുത്രൻ്റെ മുമ്പിൽ നിർത്തുന്ന ദൈവം ഈ ഇളയവനെ മനസ്സൊന്ന് ചലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മൂത്ത മകനെ ഇളയ മകൻ്റെ മുമ്പിൽ നിർത്തുന്ന ദൈവം, മൂത്ത മകൻ പിറുപിറുത്തോണ്ടിരിക്കുമ്പോൾ ഇളയ മകന് വേണമെങ്കിൽ സംസാരിക്കാം. എടാ നീ പോടാ, ഞാൻ എൻ്റെ അപ്പന് ഞാൻ വന്നത് കുഴപ്പമില്ല. അപ്പന് കുഴപ്പമില്ലെങ്കിൽ നിനക്കെന്താ കുഴപ്പം? ഞാൻ വരികയും ചെയ്യും പോവുകയും ചെയ്യും, നിനക്കെന്താ കുഴപ്പം? ഇങ്ങനൊരു മറുപടി വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ഇളയ മകന്. പക്ഷെ ഇളയ മകൻ മുണ്ടുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല. ഇതാണ് ആന്തരിക സൗഖ്യം. ഈ ആന്തരിക സൗഖ്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ അവന് സുബോധമുണ്ടായി എന്ന് പറയുന്നത് ലൂക്ക 15:17 അത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നത്. മറിയത്തിന് ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ മറിയത്തിന് സ്വാധീനമുണ്ടെങ്കിൽ, മറിയത്തിൻ്റെ മാതൃക, മറിയം നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ സ്നേഹം ഊട്ടി വളർത്താൻ മറിയത്തിൻ്റെ സാന്നിധ്യം, മാധ്യസ്ഥ്യം നമുക്ക് സഹായിക്കുമെങ്കിൽ, കുടുംബ ബന്ധങ്ങളിലെ കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണം, കുടുംബ ബന്ധങ്ങളിലെ ഐക്യം വളർത്താൻ മറിയത്തിൻ്റെ സാന്നിധ്യം, മാധ്യസ്ഥ്യം നമുക്ക് സഹായമാകുമെങ്കിൽ, മറിയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാണ് ദൈവസ്നേഹമായിട്ട് വന്നത്. അതാണ് റോമ 5:5 നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം മിണ്ടാതിരിക്കും. എങ്ങനെ മിണ്ടാതിരിക്കാൻ തോന്നും? അത് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. എങ്ങനെ അനുചിതമായിട്ട് പെരുമാറുന്നില്ല എന്നാണ് പറയുന്നത്. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, ഉചിതമായി പെരുമാറുന്നു എന്ന് പറയും. നമുക്ക് അതുകൊണ്ട് ഈ മേഖലകളിലും
പ്രത്യേകിച്ച് മാതാവിൻ്റെ ഒരു പ്രത്യേക മാധ്യസ്ഥം നിറയാനും ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ് ആന്തരിക സൗഖ്യമുണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ കുറേ കൂടി സന്തോഷപ്രദമാകും. ചിലപ്പോൾ നമ്മൾ തട്ടിത്തെറിപ്പിച്ച് കളയുന്നത്, നമ്മൾ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മുടെ മുന്നിൽ നമ്മൾ നന്നാകാൻ വേണ്ടി ദൈവം ഒരുക്കിയതാണെങ്കിലോ, ഈശോ പോലും പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, അപ്പാ യൂദാസിനെ മാറ്റിത്താ അപ്പാ, അങ്ങനെ പറഞ്ഞതുപോലെയാണ്. പക്ഷേ പിതാവ് മാറ്റിക്കൊടുത്തോ? യൂദാസിനെ ഈശോയുടെ മുമ്പിൽ നിർത്തിയ കർത്താവ് ഈശോയുടെ മാനസിക സഹനം കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. ഈശോ ശാരീരികമായി സഹിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ഒറ്റിക്കൊടുക്കുമ്പോൾ ഈശോയ്ക്കുണ്ടാകുന്ന സഹനം. അപ്പൊ യൂദാസിനെ മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ശരിയാവോ? അപ്പം മദ്യപാനിയെ, തടസ്സങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം മാറ് എന്ന് പറയുമ്പോൾ നമ്മളെ ശരിയാക്കാൻ വേണ്ടി, നമ്മളെ ഒന്ന് സഹിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ കാര്യങ്ങളാണെങ്കിൽ നമ്മളതെല്ലാം തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ശരിയാകും? നമ്മളെ ശരിയാക്കാനും രൂപപ്പെടുത്താനുമല്ലേ കുടുംബത്തിലെ ഓരോ സാഹചര്യങ്ങൾ. യഥാർത്ഥത്തിൽ കുടുംബത്തിൽ നന്നായിട്ട് പരിശീലിക്കാൻ സാധിക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ എങ്ങനെ ഒരു മനുഷ്യനോട്. അതുകൊണ്ടാണ് നല്ല കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളിലും നല്ല നന്മകൾ ഉണ്ടാകുന്നത്. അവർ കുടുംബ ബന്ധങ്ങളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും കൊടുത്തും ഐക്യപ്പെട്ടും ഒക്കെ പങ്കുവച്ചും ഒക്കെ അവർ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ നമുക്ക് വിലമതിക്കാം. ഈ തിരുനാൾ നവനാളിൻ്റെ കൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യം സഹായമായിട്ട്, അനുഗ്രഹമായിട്ടും നമ്മുടെ കുടുംബ ജീവിതത്തിൽ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം സ്നേഹം ദൈവസ്നേഹം സ്നേഹം ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ സ്വർഗഭാഗ്യം ഭാഗ്യം സ്വർഗഭാഗ്യം ഭാഗ്യം ഇന്നൻ ഹൃത്തിൽ ഈശോ വാസമായി ആത്മാവിൽ അലഞ്ഞൊറിയും സ്തുതിഗീതം പാടാം ആത്മാവിൻ അൾത്താരയിൽ ആരാധനയേകാം ദിവ്യകാരുണ്യമേ ദൈവമേ എന്നെന്നും അങ്ങേക്കാരാധന നിന്നെ പകുത്തു നീ ഊട്ടി അന്ന് നോവേറ്റെന്നെ സ്വന്തമാക്കി നിന്നെ പകുത്തു നീ ഊട്ടി അന്ന് നോവേറ്റെന്നെ സ്വന്തമാക്കി ഒപ്പമുള്ള ദൈവമേ അപ്പമായ സ്നേഹമേ ഒപ്പമുള്ള ദൈവമേ അപ്പമായ സ്നേഹമേ ഓരോ നാളും കൈവിടാത്തൻ ദൈവമേ നിന്നിലൻ ആശ്രയം ആത്മാവിൽ അലഞ്ഞൊറിയും സ്തുതിഗീതം പാടാം ആത്മാവിൻ അൾത്താരയിൽ ആരാധനയേകാം ദിവ്യകാരുണ്യമേ ദൈവമേ എന്നെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ മറിയത്തിൽ ഇങ്ങനെ ദൈവസ്നേഹം ഒഴുകിയിറങ്ങാൻ കാരണം, മറിയത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ദൈവസ്നേഹം ഒഴുകിയിറങ്ങാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഉള്ളിലുള്ള ഈശോയുടെ സാന്നിധ്യവും ഉദരത്തിൽ ഉരുവായ ഈശോയുടെ സാന്നിധ്യം, അതായത് ഒരു ട്രിനിറ്റേറിയൻ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. യഥാർത്ഥത്തിൽ കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രിത്വൈക ദൈവസ്നേഹം ജീവിക്കലാണ്. കുടുംബബന്ധത്തിൻ്റെ രണ്ട് കടമകൾ പരസ്പരം സ്നേഹസമർപ്പണം നടത്തുക, സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക, അതാണ്. അപ്പോൾ ഈ ത്രിത്വൈക ദൈവസാന്നിധ്യം നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിനും, പുത്രനായ ഈശോയുടെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങൾ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിനും, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടിയായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങൾ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിനും, ഈ മൂന്ന് ഗുണങ്ങളും പ്രത്യേകിച്ച് സ്നേഹം
അത് നിറയട്ടെ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും ഉള്ളിലേക്ക് ഈശോയെ പരിശുദ്ധ കുർബാനയായി സ്വീകരിക്കുമ്പോഴും ഒത്തിരി സ്നേഹം, ഒത്തിരി പരിശുദ്ധാത്മാവ് നമ്മൾ നിറയട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. കാഴ്ചയേകിടാം ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൻ ഒന്നു ചേർന്നിടാം. കാഴ്ചയേകിടാം ഇന്നും പൂർണ്ണമായി നൽകാം. കണ്ണീർ കണങ്ങളാൽ കഴുകിടാം പാപിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നെയും പൂർണ്ണമാ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ആത്മീയ ഭോജനത്തിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ സ്ഥിരോത്സാഹത്തോടെ അനുകരിച്ചുകൊണ്ട് സഭാ ശുശ്രൂഷകളിൽ എന്നും ദൃഢചിത്തരായി ഞങ്ങൾ കാണപ്പെടുകയും അങ്ങേ ശുശ്രൂഷിക്കുന്നതിലുള്ള സന്തോഷം ഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന
കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസ്സാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ
ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർമ്മിക്കുകയും അങ്ങേ മഹത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. നിങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ
കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ആത്മീയ ഭോജനത്തിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ സ്ഥിരോത്സാഹത്തോട് അനുകരിച്ചുകൊണ്ട് സഭാ ശുശ്രൂഷയിൽ നിന്നും ദൃഢചിത്തരായി ഞങ്ങൾ കാണപ്പെടുകയും അങ്ങേ ശുശ്രൂഷിക്കുന്നതിനുള്ള സന്തോഷം ഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.